ഷക്കീർ, രാംകുമാർ സാർ പറഞ്ഞൊക്കെ വസ്തുതകളല്ലേ? അല്ല, അദ്ദേഹത്തെ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതിൽ നമുക്ക് വളരെ സങ്കടമുണ്ട്. പ്രത്യേകിച്ചും എന്ത് കാപട്യമാണ് അദ്ദേഹം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് അറിഞ്ഞാൽ തിരക്കില്ല. ഏതോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വർത്തമാന കാലത്തെ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ എന്ത് കപട മതേതരത്വമാണ് ഇവിടെ പ്രകടമാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ ലീഗോ അല്ലെങ്കിൽ മറ്റുള്ളവരോ? അതേപോലെ തന്നെ പറഞ്ഞു, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ പച്ചക്കൊടി ഉപയോഗിക്കാതെയാണ് ലീഗ് പ്രവർത്തിച്ചതെന്ന്. എന്തോ അദ്ദേഹം കാണാത്തതുകൊണ്ടായിരിക്കും. ഞാനൊക്കെ അവിടെ നിരവധി പരിപാടിയിൽ പങ്കെടുത്തതാണ്. ഈ ജനം TV ഉൾപ്പെടെ പലപ്പോഴും അത് എന്താ പറയാ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് റാലികളൊക്കെ കാണിച്ചതാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ പച്ചക്കൊടി പാടില്ല, വയനാട്ടിൽ പാടില്ല എന്നുള്ള ആ ഒരു വിലക്ക് അത് തെറ്റായ ഒരിക്കലുമില്ല. നിങ്ങളെ ജനം TV തന്നെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോകളോ രാഹുൽ ഗാന്ധി റോഡ് ഷോകളോ എടുത്ത് പരിശോധിക്ക്. ഐക്യജനാധിപത്യ മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി എല്ലാ സ്ഥലത്തും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് അദ്ദേഹം മാത്രം ഞാൻ യോജിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ലാതെ പ്രിയങ്ക മത്സരിച്ച ആ സമയത്ത് ഒക്കെ അത് ഒഴിവാക്കാനുള്ള, പച്ചക്കൊടി ഒഴിവാക്കാനുള്ള, അത് തിരിച്ചടിക്ക് കാരണമാകുമെന്ന് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഷാക്കിർ, എന്തിനാ അത് മാറ്റി പറയുന്നത്? എവിടുന്ന് തിരിച്ചടി? ഏതർത്ഥത്തിലാണ് തിരിച്ചടി? ഉത്തരേന്ത്യയിൽ ഈ പച്ചക്കൊടി കണ്ടാൽ പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. അത് നിങ്ങൾ പരിശോധിച്ച് ജനം TV തന്നെ നിങ്ങളുടെ ഗാലറിയിൽ പരിശോധിച്ചാൽ ആ റോഡ് ഷോയുടെ ഒക്കെ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അഡ്വക്കേറ്റ് കെ രാംകുമാറിനോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, നിങ്ങൾ ഒരു ദേശീയവാദി ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത്, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജില്ലയാണല്ലോ, മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ജില്ലയാണെങ്കിലോ, ഏറ്റവും കൂടുതൽ സാഹോദര്യത്തോടെ സന്തോഷത്തോടെ ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ല ഇന്ത്യയിൽ മലപ്പുറമായിരിക്കും. അതെന്തുകൊണ്ടാണ്? പാണക്കാട് കുടുംബവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യഥാർത്ഥ മതവിശ്വാസികളായി രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട്, ദേശീയവാദികളായതുകൊണ്ട്, രാജ്യസ്നേഹികളായതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ദയവായിട്ട് ഈ കാര്യത്തിൽ പഴയ കഥകൾ പറഞ്ഞു. നിങ്ങൾ ജിന്നയെ കുറിച്ച് പറഞ്ഞു. പാകിസ്ഥാൻ വാദം യഥാർത്ഥത്തിൽ ആദ്യമായി ഉയർത്തിയത് ആരാണ്? നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചരിത്രം അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഹിന്ദു മഹാസഭയാണ് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ശബ്ദമുയർത്തിയത്. 940 വരെ, ലാഹോർ സമ്മേളനം വരെ ജിന്ന പാകിസ്ഥാൻ വാദത്തിനെതിരായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ലണ്ടനിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിൽ അദ്ദേഹത്തെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ബഹിഷ്കരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പാകിസ്ഥാൻ വാദത്തിനെതിരായിരുന്നല്ലോ. പിന്നെ പഴയ കഥയിലേക്ക് കൊണ്ടുപോയി ഇന്നത്തെ വിജയരാഘവന്റെ വർഗീയ പരാമർശത്തെ നിങ്ങൾ മറച്ചു പിടിക്കാൻ ഈ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വിജയരാഘവനാണെങ്കിലും അതുപോലെ തന്നെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇന്നത്തെ രാംകുമാറിനെ പോലെയുള്ള ആളുകളാണെങ്കിലും ഒരേ ശൈലിയിൽ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷത്തിന് അപകടകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.